ഹായ് എല്ലാവർക്കും ഉമാസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ദാൽ ഫ്രൈ. ഞാൻ യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞതാണ് ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ മിക്കവാറും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ അതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ മസൂർ ദാലോ അല്ലെങ്കിൽ തോരപ്പരിപ്പ് ഏതാണേലും കുഴപ്പമില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ചുവന്ന പരിപ്പ് മസൂർ ദാൽ. ഞാൻ 1 കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 വലിയ തക്കാളി, 3 സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, വൃത്തിയാക്കിയ വെളുത്തുള്ളി, 2 സ്പൂൺ ജീരകം, കുക്കിംഗ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ആദ്യം വേണം. ഇനി ഇതിന് തക്കാളി തൊലി കളഞ്ഞിട്ടാൽ അതിന് ടേസ്റ്റ് കൂടും, കാണാനും നല്ലൊരു ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ തക്കാളിയുടെ തൊലി കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു കമ്പിയിലോ നന്നായി കുത്തിയിട്ട് നമ്മുടെ സ്റ്റൗവിന് മുകളിൽ കാണിച്ചാൽ മതി. ആ തൊലി തന്നെ പൊട്ടി ഇളകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് പൊളിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം. അതിനുശേഷം പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട്, കുക്കറിൽ നമ്മൾ പരിപ്പിടുന്നതിൻ്റെ കൂടെ തന്നെ, അതായത് ഇപ്പോൾ 1 കപ്പ് പരിപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിക്കണം, ഇരട്ടി. അതിനുശേഷം കുറച്ച് ഉപ്പിടണം, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, എടുത്തു വച്ചിരിക്കുന്ന 2 സ്പൂൺ ജീരകത്തിൻ്റെ പകുതി, 1 സ്പൂൺ എണ്ണ, കുക്കിംഗ് ഓയിൽ. നമ്മൾ എന്ത് എണ്ണയാണേലും കുഴപ്പമില്ല. ഈ നോർത്ത് ഇന്ത്യൻ വിഭവത്തിനൊക്കെ വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ഒരു 3 വിസിൽ അത്രയും നേരം വേവിക്കണം. ഇനി നമുക്ക് പരിപ്പിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒരു തരത്തിലുള്ള മസാലയും ചേർക്കുന്നില്ല. മുളക് പൊടി വേണ്ട, മസാലപ്പൊടി വേണ്ട, ഒന്നും വേണ്ട. ആകെ നമ്മൾ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മാത്രമാണ്. അതിനുശേഷം ഈ പരിപ്പ് വേവുന്ന സമയത്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ഇടണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ച സവോള, കറിവേപ്പില ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ നന്നായിരിക്കും, പെട്ടെന്ന് വഴന്ന് വരും. അതിനുശേഷം അതൊന്ന് അടച്ചു വയ്ക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർത്ത് ഇളക്കണം. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി തൊലിയെല്ലാം പോയിരിക്കുന്നത് കാരണം പെട്ടെന്ന് അത് വെന്ത് സവോളയായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു കുഴമ്പ് പരുവത്തിലായി കിട്ടും. ഇനി കുക്കറിൻ്റെ മൂടി തുറന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സവോള, തക്കാളി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ വെന്ത പരിപ്പിലേക്ക് ചേർക്കണം. ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അത് നന്നായിട്ട് കുറുകിയിരിക്കുവാണെങ്കിൽ പരിപ്പ് നമ്മൾ വെച്ചിരിക്കും തോറും അത് കുറുകി വരും. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിൽ ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം അത് ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് വീണ്ടും ഇളക്കി ഒന്നുകൂടി തിളപ്പിക്കണം. അത് ഒരു 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയാണ് ഈ ദാൽ ഫ്രൈക്ക് ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം വരാൻ പോകുന്നത്. ഇതുവരെ എല്ലാം നമുക്ക് ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് കറി പോലെ ഇരിക്കും. പക്ഷേ ഇനി ചേർക്കുന്ന സംഭവം ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറ്റിത്തരും. അപ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് കൂട്ടാം. എങ്ങനെയാണെന്ന് നോക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചതിന് അത് പൊട്ടി വരുമ്പോൾ ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കണം. ജീരകം നന്നായിട്ട് മൂത്ത ബ്രൗൺ കളറായി ഏകദേശം ഒരു കറുത്ത കളറായി വരുമ്പോൾ നമ്മൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി മൂത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ 3-4 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ വറ്റൽമുളക് മൂത്ത് ഏകദേശം അതിൻ്റെ നിറമൊക്കെ മാറി വരുമ്പോൾ
അത് ഉടനെ തന്നെ താളിച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ച് അത് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് ഉടനെ തന്നെ തുറക്കാൻ പാടില്ല. മിനിമം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചേക്കുക. അതിനുശേഷം അത് തുറന്ന് നമുക്ക് യൂസ് ചെയ്യാം. അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചിലപ്പോൾ വെറുതെ കോരി കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഈ ദാൽ ഫ്രൈയുടെ കൂടെ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. ഒരു അച്ചാർ അത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു അച്ചാർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഒരു ഇൻസ്റ്റന്റ് അച്ചാറാണ്. ഒരു നാരങ്ങ, ഒരു പച്ചമുളക്, ഇച്ചിരി ഉപ്പ്, ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും ചേർത്ത് ഈ ദാൽ ഫ്രൈയുടെ കൂടെ നിങ്ങളൊന്ന് കഴിച്ച് നോക്ക്. എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. താങ്ക് യു.